ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്, ചിക്കൻ സുക്ക. അപ്പോൾ ചിക്കൻ സുക്ക റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ 1/2 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്, ക്ലീൻഡ് ആൻഡ് കട്ട് ഇൻ ടു മീഡിയം പീസസ്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓണിയൻ, സവാളയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 മീഡിയം സൈസ്ഡ് സവാള, തിൻലി സ്ലൈസ്ഡ്. പിന്നെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോ, 1 മീഡിയം സൈസ്ഡ് ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്, കട്ട് ഇൻ ടു സ്മോൾ പീസസ്. ഇനി വറുക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഹോൾ മല്ലി അല്ലെങ്കിൽ കൊറിയാണ്ടർ. പിന്നെ നമുക്ക് വേണ്ടത് ഡ്രൈ റെഡ് ചില്ലി അല്ലെങ്കിൽ വറ്റൽ മുളക്. നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് 2 വറ്റൽ മുളകാണ്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഹോൾ പെപ്പർകോൺസ്, കുരുമുളക് പൊടിയല്ല, നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾ പെപ്പർകോൺസ് തന്നെ വേണം. പിന്നെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളി, ഒരു 4 to 5 അല്ലി വെളുത്തുള്ളി വേണം. പിന്നെ വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺസ് ഗ്രേറ്റഡ് കോക്കനട്ട്, ചിരകിയ തേങ്ങ. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിക്കൻ നമുക്ക് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കടായി വെച്ചിട്ട് അതിൽ ചിക്കൻ ഇട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ടേമറിക് പൗഡർ ഇടുക. എന്നിട്ട് ആവശ്യത്തിന് ബോയിൽ ആവാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഞാനിവിടെ 2 കപ്സ് ഓഫ് വാട്ടറാണ് യൂസ് ചെയ്തത്. എന്നിട്ട് ചിക്കൻ നന്നായിട്ട് ബോയിൽ ചെയ്ത് എടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മസാലാസ് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ ചൂടാക്കണം. അതിലേക്ക് നമുക്ക് അറൗണ്ട് 1 to 2 ടേബിൾ സ്പൂൺസ് ഓഫ് കോക്കനട്ട് ഓയിൽ ഇടുന്നു. എന്നിട്ട് അതിലേക്ക് നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ്, 2 വറ്റൽ മുളക്, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് 1 ടേബിൾ സ്പൂൺ, പിന്നെ മല്ലി 2 ടേബിൾ സ്പൂൺ, പിന്നെ വെളുത്തുള്ളി, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. അതിൻ്റെ ആ റോ ഫ്ലേവറൊക്കെ പോയി നന്നായി റോസ്റ്റ് ചെയ്ത് വരണം. അതിനുശേഷം നമ്മൾ ഇടാൻ പോകുന്നത് ഗ്രേറ്റഡ് കോക്കനട്ടാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന അറൗണ്ട് 4 ടേബിൾ സ്പൂൺസ് ഓഫ് ഗ്രേറ്റഡ് കോക്കനട്ട്. അതും കൂടെ പാനിലേക്കിട്ട് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ ആവണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഓഫ് ടേമറിക്, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്കൊരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. വെള്ളം ചേർക്കാൻ പാടില്ല, പേസ്റ്റ് ആയിട്ടല്ല, ബട്ട് ഒരു കോഴ്സ് മിക്സ്ചറായിട്ടാണ് വേണ്ടത്. തരിയായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെയിൻ കുക്കിംഗ് പ്രോസസ്സാണ്. സോ ഫോർ ദാറ്റ് ഒരു കടായി ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണം. പേസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചതച്ച ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്യാവുന്നതാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് എണ്ണയിലൊന്ന് അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ സോട്ട് ചെയ്ത് എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, 2 മീഡിയം സൈസ്ഡ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറി ലീവ്സും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് നമുക്ക് നന്നായി സോട്ട് ചെയ്തെടുക്കുക. അത് കുക്കായി സോഫ്റ്റായി വരണം. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ്. 1 മീഡിയം സൈസ്ഡ് ടൊമാറ്റോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയും ഉള്ളിയും കറി ലീവ്സും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് സോട്ട് ചെയ്ത് എടുക്കണം. ഒരു 2 to 3 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്, അതായത് ചിക്കൻ മസാലയാണ് ആഡ് ചെയ്യുന്നത്. ചിക്കൻ മസാല ഓഫ് എനി ബ്രാൻഡ് യു ക്യാൻ ആഡ്. ഈ മസാലയിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച ചിക്കനും അതിൻ്റെ സ്റ്റോക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. കറി ഒന്ന് ബോയിലായി വരുമ്പോൾ അതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കോക്കനട്ട്, തേങ്ങ മിക്സ്ചറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കി ലിഡ് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ്സും കൂടി കുക്ക് ചെയ്ത് എടുക്കാം.
അപ്പോൾ നമ്മൾ ചിക്കൻ സുക്ക റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ യു ക്യാൻ സെർവ് ഇറ്റ് ലൈക്ക് ദിസ്. തിക്കായിട്ട് വേണമെങ്കിൽ ഫ്ലെയിം കൂട്ടിയിട്ട് ലിഡ് ഓപ്പൺ ചെയ്ത് ഒരു 5 മിനിറ്റ്സും കൂടി കുക്ക് ചെയ്ത് എടുക്കാം. ഓക്കെ, ഇതൊരു ഒത്തൻറ്റിക് സുക്ക റെസിപ്പി ഒന്നുമല്ല, ബട്ട് ഒരു മോഡിഫൈഡ് വേർഷനാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. If you like my videos, please like, share and subscribe my channel. Thank you and stay tuned for more.